അധികം പൂക്കടകളും അതേപോലെ തന്നെ ദേവിയുടെ ഫോട്ടോകളും ഒക്കെ ആയിട്ട് കുറേ ചേച്ചിമാർ ഇവിടെ ഉണ്ട്. ചേച്ചി, നിങ്ങൾക്കൊക്കെ പൊങ്കാല വലിയൊരു ആഘോഷമായിരിക്കും, കാരണം എല്ലാ വർഷവും നിങ്ങൾ പല പല ആളുകളെ കാണുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അല്ല, നമുക്ക് എൻ്റെ 60 വയസ്സ് തൊട്ട് ഇവിടെ ഭയങ്കര ആഘോഷമാണ്. തോട്ടവും തലപ്പൊലി എല്ലാം ഉണ്ട്. അത് ഭയങ്കര ജനോട്ട് വരും. അമ്മ എല്ലാവരും കാത്തു രക്ഷിക്കും. ഇതുവരെയ്ക്കും ആർക്കും ഒരു പാടും വന്നിട്ടില്ല. ഇനിയും അമ്മ വരും. അവർ പ്രതീക്ഷയാണ് എപ്പോഴും ആളുകളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക്. അമ്മ അവരെ സഹായിക്കും തോറും അവർ വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ആളുകൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്. സന്ധ്യ, ഈ കടകമ്പോളങ്ങളെല്ലാം എല്ലാ ആളുകളും പല ആളുകളെ കാണുന്നു, എല്ലാവരെയും സ്വീകരിക്കുന്നു. എല്ലാവർക്കും ഒരു ആഘോഷ തിമിർപ്പിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതെ, നമ്മളിത് ഈ ക്ഷേത്രത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ദീപാലങ്കാരങ്ങളൊക്കെ കാണാം. ഉത്സവം തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഒക്കെ ദീപങ്ങളാൽ അലങ്കൃതമായി ഇത്ര മനോഹരമായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് ഭക്തലക്ഷങ്ങൾ ഒഴുകി എത്തുകയാണ്. പലരും നമ്മൾ നേരത്തെ ഇംതിയാസ് പറഞ്ഞ റിപ്പോർട്ടിലെ പോലെ മലബാർ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരെയും അനന്തപുരി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കാണാം ഒരുപാട് കടകൾ ഇവിടെയൊക്കെ വലിയ രീതിയിൽ ഈ ഒരു സമയത്ത് കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഒരുപാട് പേരെത്തുന്നുണ്ടല്ലേ? പൊങ്കാല മഹോത്സവമായിട്ട് ഒരുപാട് പേരെത്തുന്നുണ്ട്. ഇവിടെ ഒരുപാട് നല്ലതാണ്. ഡബിൾ ആളാണ് ഇപ്രാവശ്യം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ കൊറോണ ഇത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് ഇപ്പോഴാണ്. റെക്കോർഡ് പൊങ്കാല ഇടുന്നത് ഏറ്റവും കൂടുതൽ പൊങ്കാല വരുന്നില്ലായിരുന്നു. കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നു. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ എപ്പോഴും ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. അനുഗ്രഹമാണ് നമുക്ക് ഏറ്റവും നമ്മളെയൊക്കെ അമ്മ തന്നെ രക്ഷപ്പെടുത്തുന്നത്. ഈ വരുന്ന ഭക്തജനങ്ങൾ ഇത്രയും മൈൻഡ് താണ്ടിയാണ് അവരൊക്കെ ഇവിടെ. അപ്പോൾ അവർക്കൊരു വിശ്വാസം ഇല്ലാത്തതിൻ്റെ പുറത്തല്ല അവർ വരുന്നത്. അവർക്ക് ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവരിവിടെ വരുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരുന്ന ശബരിമല എന്നല്ല അറിയപ്പെടുന്നത്. അപ്പം അവർക്ക് വേണ്ട അത്രമാത്രം ദേവി അതിനുള്ള അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അതാണ് അവരിവിടെ വരുന്നത്. ഇത്രയും അമ്പലങ്ങൾ കടന്നിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീ ജനം വരുന്നത് ഇവിടെ തന്നെ, ഈ അമ്പലത്തിലാണ്. ലക്ഷങ്ങളല്ലേ വരുന്നത്, ലക്ഷങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ്, ലക്ഷങ്ങളാണ് വരുന്നത് എന്ന് പറയുന്നു. ഇഷ്ടവരദായിനിയായ ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിലേക്ക് എത്രയോ സ്ത്രീകളാണ് പൊങ്കാലിടാൻ വരുന്നത് അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്ന അവരെയൊക്കെ കാത്തു രക്ഷിക്കുന്ന ഒരമ്മ. തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകാരികമായിട്ടാണ് എല്ലാവരും ആറ്റുകാലമ്മയെ കാണുന്നത്. അമ്മ രക്ഷിക്കും, അമ്മ കൂടെ ഉണ്ടാകും എന്നൊരു വിശ്വാസമാണ് ഓരോ വർഷവും അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. നമുക്ക് ചേച്ചി ഇല്ല, ചിലർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ചേച്ചി, കാരണം ആളുകൾക്കൊക്കെ എത്ര കാലമായി ചേച്ചി പൊങ്കാല? എത്ര കാലമായി പൊങ്കാല? ഒരു 5 കൊല്ലമായി, 5 പ്രാവശ്യമായി ഇടുന്ന പൊങ്കാലിടുന്ന. ഇവിടെ തന്നെയാണോ? ട്രിവാൻഡ്രം തന്നെയാണോ? അല്ല, വടകര, കോഴിക്കോട് ജില്ല വടകര. അപ്പം ഇവിടെ 2 ദിവസം മുന്നേ വരും. എന്നാലും നമുക്ക് എല്ലാം കാണില്ല. എല്ലാ ക്ഷേത്രത്തിലും പോകണോ? ക്ഷേത്രമുറ്റത്താണ് ഇവിടെ, അതോ പരിചയത്തിലുള്ള വീടുകൾ അവിടെയാണ്? സേവാ മന്ദിരം അവിടെ താമസാക്കി. അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് സേവാപരിധിയിലാണ് ചാൻസ് കിട്ടിയത്. സാധാരണ നമ്മൾ എവിടെയാണോ നമുക്ക് സന്ദർഭം ഉണ്ടാവുക അവിടെ വെച്ചിട്ട് എല്ലാ വർഷവും വരാനായിട്ട് എന്താ നിങ്ങൾക്കൊരു തോന്നുന്നത്? നമ്മൾ മനസ്സിൽ വിചാരിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ 7:30 ട്രെയിൻ കയറിയിട്ട് ഞങ്ങൾ 6:30 ഇവിടെ എത്തി. ഇപ്പോൾ കുളിച്ച് ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ പൊങ്കാലയ്ക്ക് വന്ന് പരിചയപ്പെട്ടവരാണോ? അല്ല, ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് വരാം. ഓരോ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴും ഓരോ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ്, ഓരോ സമയം വരുമ്പോൾ ഓരോ അനുഭവങ്ങളാണ്. ജയലക്ഷ്മി, പാലക്കാട് നെന്മാറയിൽ നിന്നുള്ള കുറച്ച് ചേച്ചിമാർ നമുക്കൊപ്പമുണ്ട്. ആദ്യമായിട്ടാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? അതോ 10-12 വർഷമായി എല്ലാ പ്രാവശ്യവും പൊങ്കാല ഇടാൻ വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടുത്തെ ഒരു അനുഭവം എങ്ങനെയാണ്? ആറ്റുകാൽ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഉള്ള ഒരു അനുഭവം ഒക്കെ എങ്ങനെയാണ്? വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇടാൻ. അതുമാതിരി കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. അതും ഒരു കാര്യം. ആഗ്രഹങ്ങളൊക്കെ അമ്മ സാധിച്ചു തരാറുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നെന്മാറയിൽ നിന്നാണ്. എവിടെയാ പൊങ്കാല ഇടുന്നത്? എവിടെയാണ്? ഇവിടെ അടുത്ത് ദേവിയെ കാണാൻ സാധിച്ചോ? അവിടെ അമ്മയെ കാണാൻ സാധിച്ചോ? ശരി, അങ്ങനെ പാലക്കാട് നെന്മാറയിൽ നിന്നുള്ള കുറച്ച് ചേച്ചിമാരാണ്. അവരാണ് ഇപ്പോൾ അമ്മയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പലരും കുറച്ച് വർഷങ്ങളായി ഇടുന്നവരുണ്ട്, ആദ്യമായി പൊങ്കാല അർപ്പിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കുമെന്നത് തന്നെയാണ്.